ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ അങ്ങനെ പാലക്കാട് മറൈൻ വേൾഡ് കണ്ടതിന് ശേഷം ഉച്ചയ്ക്കാണ് അവിടെ നിന്ന് ഇറങ്ങിയതില്ല. ടൈം നല്ല വിശപ്പിൻ്റെ സമയം, നമുക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അടുത്ത് തന്നെ നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിനാണ് കയറിയത് കേട്ടോ. അപ്പോൾ അവിടെ കയറി നോക്കിയപ്പോൾ ഭയങ്കര തിരക്ക്, പുറത്ത് തന്നെ ആൾക്കാർ വെയിറ്റ് ചെയ്യണം. താഴത്തൊക്കെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് സീറ്റൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങൾ ആകെ കുടുങ്ങിയോ വിചാരിച്ചു. കുട്ടികളും ഉണ്ട്, നല്ല വിശപ്പുണ്ട്. അപ്പം ഇനി വേറെ തിരഞ്ഞു പോകാൻ ടൈമില്ല. അപ്പം ഞങ്ങളിങ്ങനെ അവർ പറഞ്ഞു മുകളിൽ കയറി നോക്കാം, മുകളിൽ സ്ഥലം ഉണ്ടാവും. എന്നിട്ട് ഞങ്ങളങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് അവിടെ സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് അങ്ങനെ മുകളിൽ കയറി ഫുഡ് ഓർഡർ ചെയ്ത്. എല്ലാവരും ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്ത്. ഞാൻ തലശ്ശേരി ബിരിയാണിയാണ് ഓർഡർ ചെയ്ത്. ബാക്കി എല്ലാവരും വേറെ ഏതോ ടൈപ്പ്, അവരുടെ തന്നെ എന്തോ ഒരു സ്പെഷ്യൽ ബിരിയാണി എന്താണ് അവർ നോക്കിയത്. അപ്പോൾ ഞാൻ തലശ്ശേരി ബിരിയാണി, നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്ക് തീരെ കഴിച്ചാൽ പോകില്ല. അപ്പം അങ്ങനെ കുറച്ച് എങ്ങനെയൊക്കെയോ കഴിച്ചു. ഞങ്ങളങ്ങനെ പുറത്ത് ഞാനും ആദ്യം കൂടി അവരെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി നേരെ പോണത് പാലക്കാട് തന്നെ മലമ്പുഴ ഡാം കാണാനാണ്. അപ്പോൾ ഇതൊക്കെ ഏതാണ്ട് കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഈ മറൈൻ വേൾഡ് ഇപ്പോൾ അവിടുന്ന് കുറച്ച് ഡിസ്റ്റൻസ് തന്നെ ഉള്ളൂ മലമ്പുഴയ്ക്ക്. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ എത്തി. അപ്പോഴും അവിടെയും അത്യാവശ്യം തിരക്കുള്ള സമയമായിരുന്നു തോന്നുന്നു, കാരണം ആളുകളൊക്കെ വന്നും പോയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് കയറിയത് ഇതാണ് ഡാമിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടോ. പക്ഷെ ഞങ്ങൾ ഫസ്റ്റ് കയറിയത് അവിടേക്കല്ല, അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ സ്നേക്ക് പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മുന്നേ ഡാമിക്ക് പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു ഏരിയ, അതായത് സ്നേക്ക് റെസ്ക്യൂ, ഇവിടെ ഞാൻ പോയിട്ടില്ല. അപ്പോൾ നമുക്ക് പാമ്പുകളെ കാണാമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയാണ്, പൊതുവെ എനിക്കും പേടിയാണ്. പക്ഷെ എന്തായാലും നമ്മളിപ്പോൾ ഈ എന്തായാലും മറൈൻ വേൾഡിൽ പോയിട്ട് പലതരം ഫിഷുകളെ കണ്ടു. അപ്പോൾ നമുക്ക് പലതരം പാമ്പുകളെ പരിചയപ്പെടാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ക്രൈസിൽ അങ്ങനെ കയറുകയാണ്. അപ്പോൾ എല്ലാവരും ടിക്കറ്റ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, ടിക്കറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ എടുത്ത് ഇങ്ങനെ ഓരോ പാമ്പിനെ ഇട്ട് കാണാം. അവിടെ മുകളിലെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, എന്താണ് മലയാളത്തിലും അല്ല ഇംഗ്ലീഷിലൊക്കെ ആ പാമ്പിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എഴുതിയ. പാമ്പിൻ്റെ ഒരു കൂട്ടിൽ നിന്നും വേഗം എസ്കേപ്പായി പുറത്തിറങ്ങിയിട്ടോ. പക്ഷെ നമ്മൾ എവിടെ ഇത് നിൽക്കണില്ല, എവിടെ നോക്കിയാലും പാമ്പ്. അപ്പോൾ ഇവിടെ വേറൊരു പാമ്പായിരുന്നു കേട്ടോ. ഫുള്ള് റൗണ്ടിൽ ഗ്രില്ലൊക്കെ ഇട്ട് വെച്ചിട്ട്, പക്ഷെ അടുത്ത് കാണാൻ തന്നെ പേടിയായി. പിന്നെ കണ്ടത് നമ്മളെ മൂർക്കൻ. ദൈവമേ, പത്തിയൊക്കെ വിടർത്തി നിൽക്കണ മൂർക്കനെ, എന്താ വലിപ്പം! അത് നമ്മളെ തന്നെ ഇങ്ങനെ നോക്കണ പോലെ നമുക്ക് തോന്നും. അപ്പോൾ മെയിൻ വില്ലന്. ഇനി ലാസ്റ്റ് ഇതാണ് നമ്മുടെ മെയിൻ വില്ലൻ, മലമ്പാമ്പ്. നമുക്കിത് ഇത് കൂടെ നേരെ കാണാൻ പറ്റണില്ല കേട്ടോ, പക്ഷെ ഭയങ്കര വണ്ണത്തിൽ ചുറ്റി കിടക്കായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ നേരെ ഞങ്ങൾ തിരിച്ച് ഡാമിക്ക് കയറുകയാണ്. അപ്പം തന്നെ ഏതാണ്ട് ക്ഷീണിച്ച് ഒരു ഭാഗത്തേക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ എപ്പോഴോ രാവിലെ വീട്ടിൽ നിന്ന് വന്നതാണ്. അതുകൂടെയൊക്കെ ആ ഒരു ഉച്ച സമയത്ത് എത്തി ട്രാവൽ ചെയ്തത്, വേറെ വെയിലും കൊണ്ട് ട്രാവൽ ചെയ്ത് ഭയങ്കര ക്ഷീണത്തിലായിരുന്നു. അപ്പോൾ ഇവിടേക്ക് നമുക്ക് ഏതാണ്ടൊന്നും ആസ്വദിക്കാൻ പറ്റിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. ടയേർഡ് ആയതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ മെല്ലെ നടന്നിട്ടാണ് എല്ലാതൊന്നും ഇവിടെ ചുറ്റി കാണാൻ തന്നെ ഏതാണ്ട് ഒരു ടൈം എടുക്കും. പക്ഷെ നമുക്ക് ആ ഡാമിൻ്റെ മുകളിലേക്ക് കയറണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ടയേർഡായ കാരണം അതൊന്നും നടന്നില്ല. ഇവിടെ പിന്നെ ഇങ്ങനെ ഫ്ലവറും കൊണ്ട് ഒരു സംഭവം മാലിന്യൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെന്താ കരടി തന്നെയല്ലേ ഇത്? കരടി തന്നെയാണ്. പിന്നെ ഒരു ആന, അതായത് മെലിഞ്ഞൊരു ആനയായിരുന്നു കേട്ടോ. എന്നെ കണ്ടപ്പോൾ തന്നെ പാവം തോന്നുക ചെയ്തു. പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പൂക്കളുണ്ടായിരുന്നു, കുറച്ചധികം പൂക്കൾ. ചിലതൊക്കെ വാടിയ പോലെ ഉണ്ടായിരുന്നു. ഫ്ലവർ ഷോ കഴിഞ്ഞിട്ടുള്ളതാണോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പം അങ്ങനെ അതൊക്കെ കണ്ട് അങ്ങനെ മെല്ലെ നടന്ന് കയറുകയാണ്. പ്രത്യേകിച്ച് ഇവിടെ അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു കാണാനുണ്ടായിരുന്നു. ഞങ്ങൾ വേറൊന്നിലും പാർക്കിലോ കാര്യങ്ങളിലോ ഒന്നും കയറിയില്ല, കുട്ടികൾക്ക് കളിക്കാനായിട്ടൊന്നും. കാരണം നമ്മൾ അത്രയും ക്ഷീണിച്ച കാരണം അങ്ങനെ എല്ലാം നടന്ന് മെല്ലെ കണ്ടു. പിന്നെ അതിങ്ങനെ നടന്നു വരുമ്പോൾ അവിടെ ഒരു ബട്ടർഫ്ലൈ വലിയത്. അപ്പോൾ എല്ലാവരും അതിൽ ഫോട്ടോ എടുക്കാനും ക്യൂ നിൽക്കുക. ഞാനൊരു ഫോട്ടോ എടുക്കാൻ വിചാരിച്ചു, പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമയില്ല, കാരണം അത്രയും വെയ്യായിരുന്നു. അപ്പം നമ്മളതിക്ക് നിന്നില്ല, അത് കണ്ട് തിരിച്ചു പോന്നു. അങ്ങനെ ഞങ്ങൾ കറങ്ങി ഏതാണ്ടൊക്കെ കവർ ചെയ്തു കേട്ടോ. പക്ഷേ എന്നാൽ പോലും ചില ഭാഗങ്ങളൊന്നും നമ്മൾ പോയിട്ടില്ല. ഇപ്പം ഇങ്ങനെ നേരെ പോണത് ഡാമിൻ്റെ ഭാഗത്തേക്കായിരുന്നു. പക്ഷേ
ഞങ്ങൾ മുകളിലേക്ക് കയറില്ല. ആദ്യം വിചാരിച്ചു ഡാമൊക്കെ ഒന്ന് മുകളിൽ കയറി കണ്ട് ഇറങ്ങാമെന്നൊക്കെ. പക്ഷേ കുട്ടികളുണ്ടായിരുന്നു, അപ്പോൾ എല്ലാവർക്കും വയ്യാ തോന്നി. അത്യാവശ്യം തിരക്കുള്ള സമയം തന്നെ റോപ്പേയിലൊക്കെ ഫുൾ ആൾക്കാർ ഫില്ലായും കൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടേക്കായിട്ട് തന്നെ വരണം. നമ്മൾ പല സ്ഥലങ്ങളിൽ പോയി ഇവിടെ വിസിറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് നടക്കില്ല. നമ്മൾ വിചാരിക്കണമല്ലേ, നമ്മളത് കണ്ട് ഫുള്ള് കറങ്ങി വരുമ്പോഴേക്കും നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിക്കും. നമ്മൾ ഇതൊക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ നടന്നു. പിന്നെ ഒരു ഭാഗത്തേക്ക് പോയപ്പോൾ അവിടെ വേറൊരു ടൈപ്പ് ഫ്ലവർ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതും കണ്ട് ഞങ്ങൾ നേരെ പുറത്തേക്ക് പോവുകയാണ്. ഞങ്ങളൊരു 10-20 ബോട്ടിലെന്തോ വെള്ളമൊക്കെ മേടിച്ചിട്ട് ഫുള്ള് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ പുറത്തിറങ്ങിയിട്ട് വേണം വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി വെള്ളം കുടിച്ചു. അങ്ങനെ എല്ലാം സുഖം സ്വസ്ഥം. അപ്പോൾ നമ്മളങ്ങനെ പാലക്കാടിനോട് ബൈ പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റ് വിശേഷങ്ങളോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.